Good afternoon, all. Good afternoon, Miss. Good afternoon, Miss. Good afternoon. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സില് സോഷ്യൽ സയൻസിൽ നിന്ന് SCRT ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ എക്സാമിനും ഉപകരിക്കുന്ന SCRT ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ എപ്പോഴും ചോദിച്ചു കാണാനുള്ള SCR ടൈപ്പ് ഒത്തിരി വരാറുണ്ട് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ബേസ് ആയാലും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. സോ അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ സയൻസിലെ കുറച്ച് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അല്ലാതെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിച്ചു തന്നെ പോകാം. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അറിയാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ഒന്ന് എഴുതി വെക്കാം നിങ്ങൾ നോട്ട്ബുക്കിൽ കേട്ടോ. അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് വിപ്ലവമായിട്ടാണ്? എപ്പോഴും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നൊരു ഒരു മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് വിപ്ലവമായിട്ടാണ്? അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അമേരിക്കൻ വിപ്ലവം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇനി ഈ കൂട്ടത്തിൽ അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നിട്ട് ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് അമേരിക്കൻ വിപ്ലവം എന്ന് എഴുതി വെച്ചോളൂ. നമുക്ക് ഓപ്ഷൻ തരുമ്പോഴേ ഇപ്പൊ റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അമേരിക്കൻ, ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മീൻസ് ഓപ്ഷൻസ് തരും. പക്ഷെ നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം കേട്ടോ. അപ്പൊ അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് അമേരിക്കൻ വിപ്ലവത്തിലാണ്. ഓക്കെ, ദെൻ സെക്കൻഡ്, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്. ഒരു കോട്ടാണ് കേട്ടോ പറയുന്നത്. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിന് അവകാശമില്ല എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? കമന്റ് ചെയ്യണേ. ജോൺ ലോക്ക് അല്ലെ, ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ എഴുതി വെക്കുക. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. അപ്പൊ നിങ്ങൾ ഒരു കോഡ് പോലെ പഠിച്ചോളൂ. ഇപ്പൊ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഹനിക്കാൻ പറ്റില്ല. അവകാശങ്ങളൊക്കെ ആർക്കും തൊടാനായിട്ട് പറ്റില്ല, അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അല്ലെ. അപ്പൊ അതിന്റെ ആൻസർ ആരാ? ജോൺ ലോക്ക്. ഓക്കെ, അങ്ങനെ എളുപ്പം കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഒരു ചെറിയൊരു കോഡൊക്കെ ഇട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിച്ചോളൂ. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, പക്ഷെ അതിനെ ഹനിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അത് ലോക്ക് ഇട്ട് വെച്ചേക്കാണ് അല്ലെ, ലോക്ക് തുറക്കാനായിട്ട് സാധിക്കില്ല. സോ അത് കൊണ്ടുവന്നത് ആരാണ്? ജോൺ ലോക്ക് ആണ് ഈ ഒരു കോട്ട് പറഞ്ഞത്. ഇനി ഒരു കോട്ട് നിങ്ങൾ മറക്കോ എന്ന് ഓർമ്മയിൽ നിൽക്കില്ലേ? ഓക്കെ, അപ്പോ മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഹനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അതിനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോ ഇത് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ലോക്ക്. ഓക്കെ, ഇനി അത് ഒരിക്കലും മറക്കരുത്. ഏതോർക്കത്തിൽ ചോദിച്ചാലും പറയാൻ കഴിയണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായിരുന്ന ഇന്ത്യൻ ഭരണാധികാരി ആര്? എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. LGSനും LDCക്കും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായിരുന്ന വ്യക്തി. ഓക്കെ, കമന്റ് വന്നിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ ആണ് കേട്ടോ അതിന്റെ ആൻസർ. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായിരുന്ന ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അറിയാത്തവരാണെങ്കിൽ എഴുതിയിടണേ. ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തി. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തി അറിയാമോ? തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തി. ക്ലൂ തരട്ടെ? ഓപ്ഷൻസ് തരട്ടെ? ഒന്ന് ട്രൈ ചെയ്യാമോ? സൈമൺ ബൊളീവർ ആണ്. ഏതാ പറഞ്ഞോളൂ. സൈമൺ ബൊളീവർ. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. സൈമൺ ബൊളീവർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. അറിയാത്തവരൊന്ന് എഴുതി വെച്ചോളൂ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളീവർ. ഓക്കെ, അറിയാത്തവര് ഓരോ ക്വസ്റ്റ്യനും ഒന്ന് നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് എഴുതണ്ട, നിങ്ങൾക്ക് പറ്റാവുന്നത് പോലെ ഷോർട്ട് ആയിട്ട് എഴുതിയെടുത്തോളൂ കേട്ടോ ക്വസ്റ്റ്യനും ആൻസറും. ഓക്കെ,
Then next question. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം. ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം. ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അറിയാമോ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടം? ഒന്ന് ഗസ് ചെയ്യാമോ? കമന്റ് വന്നിട്ടുണ്ട്. 1914-18 ആണ് ഒന്നാം ലോക മഹായുദ്ധം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധം 1914-18 കാലഘട്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കോട്ടാണ്. ആര് പറഞ്ഞാണ്, ഏത് വ്യക്തിയാണ് കോട്ട് പറഞ്ഞതെന്നാണ് കേട്ടോ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തി, ദേശീയ നേതാവ് ആര്? ഒന്നുകൂടി പറയാം. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. കമന്റുകൾ വന്നിട്ടുണ്ട്. ആൻസർ ബാലഗംഗാധര തിലക്. അറിയാത്തവർ എഴുതി വെച്ചോളൂ. മെച്ചപ്പെട്ട വിദേശ ഭരണത്തെക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ദെൻ അനുശീലൻ സമിതി രൂപീകരിക്കുന്നതിനായി, അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ ആരാന്ന് അറിയാമോ നിങ്ങൾക്ക്? അനുശീലൻ സമിതി. അനുശീലൻ സമിതി കേട്ടിട്ടുണ്ടോ? അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ. അനുശീലൻ സമിതി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് റയർ ക്വസ്റ്റ്യൻ ആണ്. അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ ബരീന്ദ്രകുമാർ ഘോഷ് കേട്ടോ. ആൻസർ ബരീന്ദ്രകുമാർ ഘോഷ്. നിങ്ങൾ ആരെങ്കിലും ഈ അടുത്ത് UP എക്സാം എഴുതിയായിരുന്നോ? എഴുതിയിരുന്നോ? ഈ LP UPയുടെ UP അസിസ്റ്റന്റിന്റെ ഈ കഴിഞ്ഞ 2 വീക്സിന് മുന്നായിരുന്നു എക്സാമിന് ഈ അനുശീലൻ സമിതിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ അറിയാത്തവര്. അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ ബരീന്ദ്രകുമാർ ഘോഷ്. ഓക്കെ, നമുക്ക് അറിയാത്ത, നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെക്കാം കേട്ടോ. ചിലപ്പോൾ അത് നമുക്ക് എക്സാമിന് വരും. ഓക്കെ, അപ്പൊ അനുശീലൻ സമിതി. ദെൻ അമൃത ഷെർഗിൽ എന്ന് വെച്ചൊരു ഒരു സ്ഥലത്തിന്റെ പേരാണ്, ഒരു പ്ലേസ് ആണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് മേഖലയുമായിട്ടാണ് അമൃത ഷെർഗിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏത് മേഖലയുമായാണ്? എഴുതി വെച്ചോളൂ കേട്ടോ. അമൃത ഷെർഗിൽ. അറിയാമോ? വല്ല ഐഡിയ ഉണ്ടോ? അറിയാമോ? ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് എഴുതി വെച്ചോളൂ. അമൃത ഷെർഗിൽ. ആൻസർ ചിത്രകല. ചിത്രകലയുമായിട്ട് ഉള്ള ഒരു ബന്ധമുള്ള ഒരു ഇതാണ് അമൃത ഷെർഗിൽ. ചിത്രകല, അമൃത ഷെർഗിൽ കേട്ടോ. അമൃത ഷെർഗിൽ ചിത്രകല. ഓക്കെ, അമൃത ഷെർഗിൽ ചിത്രകല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് എവിടെ? കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം അറിയാമോ? ആൻസർ വടകര. റൈറ്റ് ആൻസർ ആണ്. ഇതും UP കഴിഞ്ഞ ഈ 2 വീക്സിനുള്ളിൽ ജൂലൈ 6-നായിരുന്നു എക്സാം. UP എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം വടകരയാണ് ആൻസർ കേട്ടോ. അറിയാത്തവർ എഴുതിക്കോളൂ. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് വടകര. ഇത് UP എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരളത്തിലെ ആദ്യ, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേ, നമ്മൾ പഠിക്കാനിരിക്കുമ്പോ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോ ക്വസ്റ്റ്യൻസിന് വലിയ ഇതില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിട്ടുകളയും, സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലെ? ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല, ആ ക്വസ്റ്റ്യനും വലിയ സുഖമില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ടോ അങ്ങനെ? പഠിക്കുമ്പോൾ ചെയ്യാറുണ്ടോ? എപ്പോഴെങ്കിലും ചെയ്ത് കാണുമല്ലോ.
ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട് നമ്മള്. പക്ഷെ നമ്മൾ എപ്പോ സ്കിപ്പ് ചെയ്യുന്നോ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് അല്ലെ. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് എവിടെ? അപ്പൊ നമ്മൾ വിചാരിക്കും ആ മഹിളാ സമ്മേളനം വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, അത് ചോദിക്കാനായിട്ട് ഒരു ചാൻസ് ഇല്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന UP എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വിടാം. സ്കിപ്പ് ചെയ്യരുത്. നമ്മള് ഇത് ചോദിക്കില്ല അല്ലെങ്കിൽ എളുപ്പമൊഴിക്കുന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളുടെ ആ ഒരു മാർക്ക് കളയുന്നത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ കുറെ ഇയറുകളും മറ്റും ചിലപ്പോൾ നമുക്കത് ബൈഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഏകദേശം എന്തെങ്കിലും കോഡ് വെച്ചൊക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം കോഡ് വെച്ച് പഠിച്ചു നോക്കൂ. നമ്മളിങ്ങനെ കുറെ ബൈഹാർട്ട് കുറെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ പഠിക്കുമ്പോ അത് ചിലപ്പോ എല്ലാവർക്കും ഒരുപോലെ തലയിൽ കയറണമെന്നില്ല അല്ലെ. അപ്പൊ മാക്സിമം കോഡ് വെച്ചൊക്കെ ഒന്ന് പഠിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകര. ഓക്കെ, നെക്സ്റ്റ് വൺ. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്ന പോലെയാണ് എന്ന് പറഞ്ഞത് ആര്? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്ത് എഴുതണേ. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. ആരാ പറഞ്ഞത്? മുസോളിനി ആണട്ടോ പറഞ്ഞത്. നമ്മളൊക്കെ ഈ സോഷ്യൽ സയൻസ് പരമായിട്ടൊരു അതിൽ കുറെ കോഴ്സുകളും കാര്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓരോരുത്തരും ഓരോ യുദ്ധങ്ങളിലും മീൻസ് ഓരോ എന്താ പറയാ നമ്മള് ഓരോ സത്യാഗ്രഹങ്ങളും അങ്ങനെയൊക്കെ നടത്തുമ്പോ ഓരോരുത്തരും ഓരോ കോട്ടൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ ചുറ്റിക്കാനായിട്ട്. അപ്പോ അങ്ങനെയുള്ള കോഴ്സുകൾ എക്സാമ്പിൾ ചോദിച്ചു കാണാറുണ്ട്. അത് ഭയങ്കര നമ്മള് എപ്പോഴും കേൾക്കുന്ന തരത്തിലുള്ള കോഴ്സ് ആയിരിക്കില്ല. എപ്പോഴും എന്താ PSC അറിയാലോ, കുറച്ചും കൂടി വളച്ചൊടിച്ചിട്ടുള്ള രീതിയിൽ ചോദിക്കാറുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കല് കുറവാണ്. അപ്പോ നമ്മള് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സംഭവങ്ങളൊക്കെ ആയിരിക്കും അവര് PSC ഇമ്പോർട്ടൻസ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനി. അറിയാത്തവരാണെങ്കിൽ എഴുതിയെടുത്തോളൂ. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് മുസോളിനി. എഴുതിയോ എല്ലാവരും? ഓക്കെ, കംപ്ലീറ്റ് ആയോ? എഴുതിയോ? എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഉണ്ടോ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. ഓക്കെ, ആരുടെ ഒരു റെസ്പോൺസ് ഒന്നും ഇല്ലേ? അതുകൊണ്ടായിട്ട് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ സാമൂഹ്യശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച ആദ്യ സർവകലാശാല? റയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതൊന്നും. ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച ഫസ്റ്റ് സർവകലാശാല ഏത്? അറിയാമോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഗസ് ചെയ്ത് നോക്കാമോ? ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച ആദ്യ സർവകലാശാല. ഓപ്ഷൻസ് പറയട്ടെ ഞാൻ, നിങ്ങളൊന്ന് ഗസ് ചെയ്യാമോ? ഓപ്ഷൻസ് പറയട്ടെ. പറഞ്ഞോളൂ. ഓക്കെ, ഓപ്ഷൻ എ കൽക്കട്ട സർവകലാശാല, ഓപ്ഷൻ ബി ഹൈദരാബാദ് സർവകലാശാല, ദെൻ ഓപ്ഷൻ സി ബോംബെ സർവകലാശാല, ഓപ്ഷൻ ഡി ഡൽഹി സർവകലാശാല. കൽക്കട്ട, ഹൈദരാബാദ്, ബോംബെ, ഡൽഹി. ഏതായിരിക്കും? ഡൽഹി ആണോ? പറഞ്ഞോളൂ. വേറെ ഡൽഹി മാത്രമുള്ളോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? കൽക്കട്ട. ഇനി വേറെ ഉണ്ടോ? ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, ഡൽഹി. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പഠിക്കണേലുള്ളൂ. ആൻസർ ബോംബെ സർവകലാശാല കേട്ടോ, മറന്നു പോകരുത്. സാമൂഹ്യശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച ആദ്യത്തെ സർവകലാശാല ബോംബെ സർവകലാശാല. മറന്നു പോകരുത്, ഇപ്പൊ തന്നെ അങ്ങനെ പഠിച്ചു പോയേക്കാം കേട്ടോ. ബോംബെ സർവകലാശാലയാണ് സാമൂഹ്യശാസ്ത്ര പഠന വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ സർവകലാശാല. പഠിച്ചില്ലേ? ഇനി മറക്കില്ലല്ലോ ബോംബെ സർവകലാശാല? മറന്നു പോകോ? നമ്മൾ ഇന്നൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഇന്ന് തന്നെ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ കേട്ടോ. ഇന്ന് നമ്മൾ മാറ്റി വെക്കുന്നില്ല. ഏതൊർക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം.
സൂര്യോച്ച ദിനം എന്നാണ്. സൂര്യോച്ച ദിനം ഇത് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൂര്യോച്ച ദിനം അബ്ഹീലിയൻ എന്നും പറയോട്ടോ. അബ്ഹീലിയൻ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ സൂര്യോച്ച ദിനം എന്നാണ്. ഞാനൊരു ക്ലൂ തരാം. ഈ ഒരു മന്ത് തന്നെയാണ്, ജൂലൈ മന്ത് ആണ്, കഴിഞ്ഞു പോയ ഡേറ്റ് ആണ്. ഒരു ഫിലിം ഉണ്ട്, ഫിലിമിന്റെ നെയിം ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ജൂലൈ 4. ജൂലൈ 4. അപ്പൊ ഇനി നിങ്ങൾ മറക്കില്ലല്ലോ സൂര്യോച്ച ദിനം എന്നാ. ജൂലൈ 4 ഫിലിമിന്റെ കാര്യം ഞാൻ പറഞ്ഞ ഫിലിമിന്റെ കാര്യം ഒന്ന് ഓർക്കാം. ഓക്കെ, സൂര്യോച്ച ദിനം എന്നാണ് ജൂലൈ 4. മറന്നു പോകരുത്. പിന്നെ സൂര്യോച്ച ദിനം ഒന്ന് എഴുതി വെച്ചോളൂ, അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ. സൂര്യോച്ച ദിനം ബ്രാക്കറ്റില് അബ്ഹീലിയൻ കൂടി ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. അബ്ഹീലിയൻ, സൂര്യോച്ച ദിനം അബ്ഹീലിയൻ, ജൂലൈ 4 കേട്ടോ. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂപടത്തിൽ, നമ്മൾ ഭൂപടത്തില് ഓരോന്നിനെയും ഡിനോട്ട് ചെയ്യുന്നത് ഓരോ ഷേപ്പുകളും മറ്റു കളറുകളൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ ഭൂപടത്തില്. അപ്പൊ ഈ ഭൂപടത്തില് കറുത്ത നിറത്തില് ത്രികോണ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കറുത്ത നിറത്തിൽ ത്രികോണ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഈ മാപ്പൊക്കെ കാണുമ്പോ ഒന്ന് ത്രികോണത്തിലൊന്ന് കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണേ. എന്തിനെയാണ് ത്രികോണ ചിഹ്നം? പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ സോഷ്യൽ സയൻസിൽ. എന്തിനാണ്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ആർക്കും അറിയില്ല. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കണേ. ഓപ്ഷൻ എ കുളം, ഓപ്ഷൻ ബി കിണർ, ഓപ്ഷൻ സി കുഴൽ കിണർ, ഓപ്ഷൻ ഡി നീരുറവ. എന്തായിരിക്കും ത്രികോണത്തിലെ സൈൻ സൂചിപ്പിക്കുന്നത്? ത്രികോണം ഗസ് ചെയ്യാൻ പറ്റുന്നില്ല? ത്രികോണ ചിഹ്നം സൂചിപ്പിക്കുന്നത് മാപ്പില്. ഓക്കെ, കുഴപ്പമില്ല. ഓപ്ഷൻ സി കുഴൽ കിണറാണ് കേട്ടോ അതിന്റെ ആൻസർ. നിങ്ങൾക്കറിയോ ഒരു നാക്കെങ്കിലും? അറിയുമായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാനിരിക്കുമ്പോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫയലിലോ അങ്ങനെ മറ്റും ഇങ്ങനെ കണ്ടു. ഇപ്പൊ ഭൂപടത്തില് കറുത്ത ത്രികോണ ചിഹ്നം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോ കുളം ഉണ്ട്, കിണർ, കുഴൽ കിണർ, നീരുറവ. നമ്മൾ എങ്ങനെ വന്നാലും കുഴൽ കിണർ ആൻസർ ആണെന്ന് കരുതില്ല. എന്തുകൊണ്ടാണ്? കിണറും ഉണ്ട്, കുഴൽ കിണറും ഉണ്ട്. അപ്പൊ നമ്മളെ കുഴപ്പിക്കാൻ ഇട്ടേക്കുന്നതാണെന്നല്ലേ നമ്മൾ വിചാരിക്കൂ. ഒറ്റ നോട്ടത്തിൽ അങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കൂ? ആണോ? ഈ കൂട്ടത്തിൽ ഇപ്പൊ എത്ര പേര് വിചാരിച്ചതാണെന്ന് എനിക്കറിയാം അല്ലെ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോ കുളം, കിണർ, കുഴൽ കിണർ. അപ്പൊ എങ്ങനെ വന്നാലും കുഴൽ കിണർ ആൻസർ വരില്ല എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ. എനിക്കറിയാം ഒരു ഭൂരിഭാഗം പേരും അങ്ങനെ വിചാരിച്ച് കാണും. കിണറുണ്ട്, കുഴൽ കിണറുണ്ട്. അപ്പൊ എങ്ങനെ വന്നാലും കുഴൽ കിണർ ചിലപ്പോ അവർ വെറുതെ ഓപ്ഷന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതായിരിക്കും നമ്മൾ വിചാരിക്കുള്ളൂ. ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ മാക്സിമം എങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്യാൻ നോക്കണോ, എങ്ങനെ വിടാൻ നോക്കണോ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളൂ. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കാം. കുഴൽ കിണറാണ് ആൻസർ. ഇനി മറന്നു പോകരുത്. ഓക്കെ, ത്രികോണത്തിലെ ചിഹ്നം സൂചിപ്പിക്കുന്നത് കുഴൽ കിണർ. ഓക്കെ, നിങ്ങൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ ഒന്ന് എന്റെ ക്ലാസ് ഒക്കെ ഒന്ന് ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ കുഴൽ കിണറാണ് ത്രികോണം സൈൻ സൂചിപ്പിക്കുന്നത്. ചോദിച്ചോളൂ. അപ്പൊ കുളമെല്ലാം എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നത്? കുളവും കിണറെല്ലാം? ഓക്കെ, കുളം കിണറുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറയാം ഇനി നെക്സ്റ്റ് പറഞ്ഞുതരാം കേട്ടോ ലാസ്റ്റ്. അപ്പോ ഭൂപടത്തിൽ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണേ. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി എന്ത്? നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി അറിയാമോ? നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതി ഏത്? ഓപ്ഷൻസ് തരും. ഓപ്ഷൻസ് വേണോ? വേണം. ഓക്കെ, ഓപ്ഷൻ എ സെസ്, ദെൻ സേവന നികുതി, സർചാർജ്, കസ്റ്റംസ് തീരുവ. നികുതിക്ക് മേൽ ചുമത്തുന്ന നികുതി, ഒരു നികുതിക്ക് മേൽ മറ്റൊരു നികുതി കൂടി ചുമത്തുന്നതാണ്. അതിനെന്ത് പറയും?
സർചാർജാ. സർചാർജ് അല്ലെ? നിങ്ങൾ ജസ്റ്റ് അടിച്ചതാണ് അല്ലെ? അതായത് എക്സ്ട്രാ ഒരു ചാർജ് കൂടി വെക്കുന്ന ഒരു രീതിക്കല്ലേ നിങ്ങൾ ആൻസർ പറഞ്ഞത് അല്ലേ? ഓക്കെ, ആൻസർ സർചാർജ് ആണ് കേട്ടോ. നികുതിക്ക് മേലെ ചുമത്തുന്ന അധിക നികുതി എന്ന് പറയുന്നത് സർചാർജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബഞ്ചൻ നദി, ബഞ്ചൻ എന്ന് പറയുന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബഞ്ചൻ അറിയാമോ? ഒന്ന് കമന്റ് ചെയ്യണേ അറിയാവുന്നവരാണെങ്കിൽ. ബഞ്ചൻ നദി നർമ്മദയാണോ? നർമ്മദ. ഓക്കെ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. നർമ്മദയാണ് ബഞ്ചൻ നദി. നർമ്മദയുടെ ഒരു പോഷക നദിയാണ് ബഞ്ചൻ കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, വേറെ സൗണ്ടുകളൊക്കെ ഒരു മുളി ഡിസ്റ്റർബ് ആകും. സോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കമന്റ് ഇട്ടാ മതി കേട്ടോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യമുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം ഏതാണ്? അറബിക്ക എന്ന് പറയുന്നത് എന്തിന്റെ ഒരു ഇനമാണെന്ന് ഒരു നമ്മളുടെ വിപണിയിലുള്ളൊരു എന്താ അറബിക്ക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്? ആൻസർ ഇതേ പറഞ്ഞിട്ടുണ്ട്. കാപ്പിയാണ് കേട്ടോ ആൻസർ. അറബിക്ക എന്നറിയപ്പെടുന്നത് കാപ്പിയുടെ ഒരു ഇനമാണ് അറബിക്ക. ഓക്കെ, അറബിക്ക കാപ്പി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സുകളിലെ ഉൽപ്പന്നങ്ങള് കയറ്റുമതി ചെയ്യുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക്. ഉൽപ്പന്നങ്ങള് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഉൽപ്പന്നങ്ങള് പ്രൊഡക്ട്സുകള് ഇറക്കുമതി ചെയ്യാനും കയറ്റുമതി ചെയ്യാനും വായ്പ നൽകുന്ന ബാങ്ക് ഏതാണ്? അറിയാമോ ആർക്കെങ്കിലും? ഓക്കെ, ആൻസർ എക്സിം ബാങ്ക് കേട്ടോ. എക്സിം. ഉൽപ്പന്നങ്ങള് കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും വായ്പ നൽകുന്ന ബാങ്ക് എക്സിം ബാങ്ക് ആണ്. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ എഴുതിയെടുത്തോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യും. ഒരു കോട്ടാണ്, ആരുടെയെന്ന് പറയണം. ഏത് വ്യക്തിയാ അത് പറഞ്ഞെന്ന് പറയാം. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. പെട്ടെന്ന് തന്നെ കമന്റ് ഇട്ടോളൂ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത്, ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. പെട്ടെന്ന് തന്നെ കമന്റ് ഇട്ടോളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് അല്ലെ? ശരിയാണ് എല്ലാവരുടെയും. ഡോക്ടർ DS കോത്താരി. അറിയാത്തവരാണെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് പറഞ്ഞത് ഡോക്ടർ DS കോത്താരി. കോത്താരി കമ്മീഷനൊക്കെ നമ്മള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിയാൻഡർ എന്ന ഭൂരൂപത്തെ സൃഷ്ടിക്കുന്നത്, മിയാൻഡർ സൃഷ്ടിക്കുന്നത് ഏത്? മിയാൻഡർ എന്ന ഭൂരൂപം സൃഷ്ടിക്കുന്നത് എന്തിൽ നിന്നാണെന്ന്? മിയാൻഡർ, മിയാൻഡറുകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? വിരൂപ താഴ്വരകൾ, യുരൂപ താഴ്വരകൾ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു ആൻസർ എന്താണ്? നദികൾ കേട്ടോ. നദികളിൽ നിന്നാണ് മിയാൻഡർ രൂപം പ്രാപിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന്? ദക്ഷിണ സമുദ്രം, ദക്ഷിണ സമുദ്രം ആർക്കും അറിയില്ല? ഒന്ന് കമന്റ് ചെയ്യണേ. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് ആൻസർ അന്റാർട്ടിക് സമുദ്രം കേട്ടോ. അന്റാർട്ടിക് സമുദ്രമാണ് ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് അന്റാർട്ടിക് സമുദ്രം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
വികസന സൂചികയായ PQLI അതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന്? PQLI വികസന ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ ഇല്ലേ, അതിൽ വരുന്ന PQLIയുടെ പൂർണ്ണ രൂപം ഫുൾ ഫോം എന്താണെന്ന്? PQLI ഒന്ന് കമന്റ് ഇടാമോ? അറിയാമോ ആർക്കെങ്കിലും PQLI? അറിയാമോ? നിങ്ങളത് കമന്റ് ചെയ്യേ, ജസ്റ്റ് ഒന്ന് തമ്പിടുക അങ്ങനെ ഒന്ന് ചെയ്യണോട്ടോ, റെസ്പോണ്ട് ചെയ്യണേ. അറിയില്ല, ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. PQLI ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഫിസിക്കൽ ക്വാളിറ്റി മാറിപ്പോകരുത് കേട്ടോ. ക്വാണ്ടിറ്റിനും തന്നേക്കാം, അപ്പൊ മാറിപ്പോകരുത്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് PQLIയുടെ ഫുൾ ഫോം ആണ് കേട്ടോ. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഫിസിക്കൽ ക്വാളിറ്റി, ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി, മാറിപ്പോകരുത്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഓക്കെ, കംപ്ലീറ്റ് ആയോ? എഴുതിയെടുത്തോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഏറെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് WHO. എന്താ WHOന്റെ ഫുൾ ഫോം? WHO ഫുൾ ഫോം അറിയില്ലേ? WHO അറിയാത്തവരുണ്ടോ? ഇനി അറിയാവുന്നവരൊന്ന് പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നതെന്ന്? അത് വന്നപ്പോ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് വന്നല്ലേ. WHO നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. എന്നാണ് അത്? ഏത് വർഷമാണ് WHO നിലവിൽ വന്നത്? ഏത് വർഷമാണ് അറിയാമോ? കമന്റ് ഇട്ടിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇയറുകള്? പെട്ടെന്ന് കമന്റ് ഇട്ടോളൂ. Then right answer 1995 ജനുവരി 1 കേട്ടോ. 1995 ജനുവരി 1. 1995 ജനുവരി 1. എഴുതിയോ? നോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. WHO നമുക്കറിയാം, എളുപ്പമാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇയർ ചോദിക്കും കേട്ടോ. 1995 ജനുവരി 1. ഓക്കെ. Then നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മധ്യകാലഘട്ടത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു സർവകലാശാലയാണ് കൊർദോവ കേട്ടോ. കൊർദോവ സർവകലാശാല മധ്യകാലഘട്ടത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർവകലാശാലയായിരുന്നു. ഇത് സ്ഥിതി ചെയ്തിരുന്ന രാജ്യം ഏത്? അറിയാമോ? കൊർദോവ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കൊർദോവ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മധ്യകാലഘട്ടത്തിലെ ഒരു സർവകലാശാലയാണ് കൊർദോവ. അത് സ്ഥിതി ചെയ്തിരുന്ന രാജ്യം ഏതാണ്? അറിയാമോ? കമന്റ് ചെയ്യാമോ അറിയാവുന്നവര്? ഓക്കെ, ആൻസർ സ്പെയിൻ ആണ് കേട്ടോ. സ്പെയിൻ. സ്പെയിനിലായിരുന്നു കൊർദോവ. ഓക്കെ, കൊർദോവ സ്പെയിനിൽ ഇടാട്ടോ, ഹൈഫൻ ഇട്ടിട്ട്. ഭയങ്കര ഷോർട്ടാക്കി, ചെറിയ ഷോർട്ടാക്കി എഴുതിയാൽ മതി. നിങ്ങൾ ക്വസ്റ്റ്യനും ആൻസറും അങ്ങനെ ലെങ്തി ആയിട്ട് എഴുതണമെന്നില്ല. നിങ്ങൾക്ക് ഷോർട്ടായിട്ട് മാക്സിമം നമുക്ക് വായിച്ചാൽ കിട്ടണം, അത്ര രീതിയിൽ എഴുതിക്കോളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ട നഗരം? ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ട നഗരം? ഇത്തിരി റയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒന്ന് എഴുതി വെക്കണം, നല്ലതായിരിക്കും. ആൻസർ ബാഗ്ദാദ് കേട്ടോ. ബാഗ്ദാദ് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ട നഗരം ബാഗ്ദാദ് കേട്ടോ. ബാഗ്ദാദ് എഴുതിയോ? എന്നെല്ലാവരും ഒന്ന് എഴുതിയെടുക്കണേ അത്, കാരണം അത് ഇത്തിരി റയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ബാഗ്ദാദ്. ഓക്കെ, ലോകത്തിലെ ആദ്യ പേപ്പർ മില്ല് സ്ഥാപിക്കപ്പെട്ട നഗരം ബാഗ്ദാദ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം.
സിറ്റി ഓഫ് ഗോഡ്, സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതി രചിച്ചതാര്? സിറ്റി ഓഫ് ഗോഡ് എഴുതി വെച്ചോളൂ. സിറ്റി ഓഫ് ഗോഡ് എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാം, വളരെ ഷോർട്ടാക്കി എഴുതി വെച്ചാൽ മതി കേട്ടോ. പഠിക്കുമ്പോ നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ. സിറ്റി ഓഫ് ഗോഡ് അറിയാമോ? ആർക്കെങ്കിലും അറിയോ കൂട്ടത്തിൽ ആൻസർ? അറിയില്ല, ആർക്കും അറിയില്ല. ഓക്കെ, സിറ്റി ഓഫ് ഗോഡ് എന്ന കൃതി രചിച്ചത് സെന്റ് അഗസ്റ്റിൻ കേട്ടോ, സെന്റ് അഗസ്റ്റിൻ. സെന്റ് അഗസ്റ്റിൻ, സിറ്റി ഓഫ് ഗോഡ്, സെന്റ് അഗസ്റ്റിൻ. ഓക്കെ, then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുൽത്താൻ ഭരണകാലഘട്ടത്തില് വസീർ എന്നറിയപ്പെടുന്നത് ആര്? ഇത് എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ മഹൽവാരി സിസ്റ്റവും വസീറൊക്കെ എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ. സുൽത്താൻ ഭരണകാലഘട്ടത്തില് വസീർ എന്നറിയപ്പെടുന്നത്, വസീർ എന്നത് അയാളെ ഏത് ഇതാണ് ചെയ്തിരുന്നതെന്ന്? സൈനികമാണോ, നീതിന്യായമായിരുന്നോ, ധനകാര്യമായിരുന്നോ, അല്ലെങ്കിൽ കത്തിടപാടുകളായിരുന്നോ? ഏതായിരുന്നു വസീർ? ഒന്ന് കമന്റ് ചെയ്യാമോ? വസീർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? വസീർ ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. ധനകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് വസീർ എന്നറിയപ്പെട്ടിരുന്നത് കേട്ടോ. വസീർ എന്നറിയപ്പെടുന്നത് ധനകാര്യം കേട്ടോ, ധനകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഓക്കെ, then next one. ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ? ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെ? എഴുതി വെച്ചോളൂ കേട്ടോ. അതൊക്കെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നതാണെങ്കിൽ എന്ത് ചെയ്യാ, തീർച്ചയായിട്ടും അതൊന്ന് എഴുതി വെക്കാം കേട്ടോ. ഭക്തി പ്രസ്ഥാനം ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഉത്തർപ്രദേശ് കേട്ടോ, ഉത്തർപ്രദേശ്. ഓക്കെ, ഭക്തി പ്രസ്ഥാനം ഉത്തർപ്രദേശിലാണ് അത് സ്ഥാപിച്ചത് കേട്ടോ. Then ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം അറിയാമോ? അറിയാൻ പറ്റുമല്ലോ കുറച്ചു പേർക്കെങ്കിലും. ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണ്? കമന്റ് ചെയ്യാമോ അറിയാവുന്നവര്? ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം. ഓക്കെ, കമന്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ ശരിയാണ്. ഹിമാചൽ പ്രദേശിലാണ് ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. ഹിമാചൽ പ്രദേശിലായിരുന്നു കേട്ടോ. ഓക്കെ, then നെക്സ്റ്റ് വൺ നോക്കാം. സെഫോളജി എന്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്? സെഫോളജി, സെഫോളജി കേട്ടിട്ടുണ്ടോ? നമുക്ക് കുറെ ഇങ്ങനെ പഠന ഇതൊക്കെ സോഷ്യൽ സയൻസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കണേ. സെഫോളജി, സെഫോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? അറിയാമോ? ഒന്ന് എഴുതി വെച്ചോളൂ. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് സെഫോളജി. തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ളത് കേട്ടോ, തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനത്തെ കുറിച്ചുള്ളതാണ് സെഫോളജി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടില്ലല്ലോ? ആദ്യമായിട്ട് കേട്ടതല്ലേ ഇപ്പോ? ആണോ? ആദ്യമായിട്ട് കേട്ടതാണോ? ഓക്കെ, അപ്പൊ ഒന്ന് എഴുതി വെച്ചോളൂ. സെഫോളജി, തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. സെഫോളജി
തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനം. ഓക്കെ, തെരഞ്ഞെടുപ്പ് പ്രസ്ഥാനം. ദെൻ പെഡോളജി എന്തിനെ കുറിച്ചാണ്? പെഡോളജി കേട്ടിട്ടില്ലേ? പെഡോളജി മണ്ണിനെ കുറിച്ചുള്ളതാണ് പെഡോളജി അല്ലെ. അതുപോലെ തന്നെ കോയിൻസിനെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? കോയിൻസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയാമോ? നമുക്ക് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. ന്യൂമിസ്മാറ്റിക്സ് കേട്ടോ. ന്യൂമറ്റോളജി അല്ല, ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് കേട്ടോ. അതുപോലെ തന്നെ അപ്പൊ അതിന് അറിയാത്തൊരു പെഡോളജി കൂടി ഒന്ന് എഴുതണേ. ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് കോയിൻസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. പിന്നെ പെഡോളജി മണ്ണ്. ദെൻ ഇപ്പൊ നമ്മൾ പഠിച്ച സെഫോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവചനം. ദെൻ നെഫോളജി കേട്ടിട്ടുണ്ടോ? നെഫോളജി നമുക്ക് സോഷ്യൽ സയൻസ് പരമായിട്ട് വരുന്ന ഇത്രയൊക്കെയാണ് കേട്ടോ. പെഡോളജി ഉണ്ട്, ന്യൂമിസ്മാറ്റിക്സ്, മേഘത്തെ കുറിച്ചുള്ള പഠനമാണ് നെഫോളജി കേട്ടോ. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം നെഫോളജി. അപ്പൊ അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ. മേഘത്തെ കുറിച്ചുള്ള പഠനം നെഫോളജി. ഓക്കെ, ദെൻ ആർക്കിടെക്ടോളജി ഒക്കെ അറിയാലോ, പുരാവസ്തു ഗവേഷണത്തെ കുറിച്ചുള്ളത്. ആർക്കിയോളജി ഒക്കെ ഇല്ലേ, പുരാവസ്തു ഗവേഷണം. ദെൻ ആന്ത്രോപോളജി കേട്ടിട്ടുണ്ടോ? ആന്ത്രോപോളജി കേട്ടിട്ടുണ്ടോ? അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ. നരവംശ ശാസ്ത്രം കേട്ടോ. നരവംശ ശാസ്ത്രം. ഓക്കെ, അപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പെഡോളജി പറഞ്ഞു. പെഡോളജി മീൻസ് മണ്ണിനെ കുറിച്ചുള്ളത്. അതുപോലെ നമ്മൾ സെഫോളജി തെരഞ്ഞെടുപ്പ് പ്രവചനം. അതുപോലെ എന്താ പറഞ്ഞത്? നെഫോളജി ക്ലൗഡ്, മേഘങ്ങളെ കുറിച്ചുള്ള പഠനം. ദെൻ ന്യൂമിസ്മാറ്റിക്സ് കോയിൻസ്. ആന്ത്രോപോളജി മീൻസ് നരവംശാസ്ത്രം. ഓക്കെ, ആർക്കിയോളജി പുരാവസ്തു. ഓക്കെ, ഇത്രയും പഠനശാഖകൾ നമ്മൾ നോക്കി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൈറോഗ്ലിഫിക്സ് ലിപി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹൈറോഗ്ലിഫിക്സ് ഏതു വംശമായിട്ട് അല്ലെങ്കിൽ ഏത് രാജവംശം മീൻസ് നമ്മള് ഓരോ പഠിക്കുന്നില്ലേ ഏതുമായിട്ടാണ്? ആൻസർ വന്നു കഴിഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൈറോഗ്ലിഫിക്സ് അല്ലെ. അവരുടെ ആ ഒരു എഴുത്ത് ലിപിനെയാണ് നമ്മള് ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന് വിളിച്ചിരുന്നത് അല്ലെ. ഇനി ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ച വ്യക്തി അറിയാമോ? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ. ആദ്യമായിട്ട് ഹൈറോഗ്ലിഫിക്സ് ലിപി നമുക്കറിയാം ഈജിപ്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അല്ലെ. പക്ഷെ ഈ ഒരു ലിപി ആദ്യമായിട്ട് വായിച്ച വ്യക്തി അറിയാമോ? എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പോ നിങ്ങൾ എഴുതുമ്പോൾ എഴുതാ ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാ, ഈജിപ്ത് എന്ന് എഴുതാ, എന്നിട്ട് വീണ്ടും ഒരു ഹൈഫൻ ഇട്ട് കൊടുക്കുക കേട്ടോ. കണക്ട് ചെയ്ത് പഠിക്കാനാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് എഴുതാ, ഹൈഫൻ ഇട്ടിട്ട് ഈജിപ്ത് എന്ന് എഴുതാം. ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന് എഴുതാം, ഒരു ഹൈഫൻ ഇട്ടിട്ട് ഈജിപ്ത് എന്ന് എഴുതാം. ദെൻ വീണ്ടും ഒരു ഹൈഫൻ ഇട്ടിട്ട് ഇത് വായിച്ച വ്യക്തി, ആദ്യമായിട്ട് ഈ ലിപി വായിച്ച വ്യക്തിയുടെ പേര് എഴുതുക. ഷംപോലിയോ. ഈജിപ്തുകാരനായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തി ആയിരിക്കാം കേട്ടോ. ഷംപോലിയോ അദ്ദേഹമാണ് ആദ്യമായിട്ട് വായിച്ചത്. PSCയുടെ ക്വസ്റ്റ്യൻസിന്റെ ചോദിക്കുന്നത് അനുസരിച്ച് ഹൈറോഗ്ലിഫിക്സ് എവിടത്തെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. അത്രയും ഈസി ആയിട്ടുള്ളതൊന്നും PSC ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നറിയാലോ. അപ്പോ കൂടുതലും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കോളും. ആ ലിപി വായിച്ചത് ആരാണ് അല്ലെ. നമ്മള് ചിലപ്പോൾ അറിയാനും കൂടി പഠനാവില്ല. നമ്മളിപ്പോ കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, അതൊന്ന് പഠിക്കണം കേട്ടോ.
കാരണം മാക്സിമം വളച്ചൊടിച്ചല്ലേ PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, അതനുസരിച്ചിട്ട് നമ്മൾ വിട്ടുകൊടുക്കാതെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിച്ച വ്യക്തിയാണ് ഷംഗോലിയോ. ഓക്കെ, സിഗരറ്റുകൾ അറിയപ്പെടുന്നത്, സിഗരറ്റുകൾ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സിഗരറ്റുകൾ ഇതെല്ലാം 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട്. ഇത് ഫുള്ളായിട്ട് ഓരോ സംസ്കാരങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് കേട്ടോ. സിഗരറ്റുകള്, ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിഗരറ്റുകൾ ഏതുമായിട്ടാണ് അറിയാമോ? സിഗരറ്റുകൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരം കേട്ടോ, എഴുതി വെച്ചോളൂ. സിഗരറ്റ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. സിഗരറ്റ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. ഓക്കെ, എഴുതിയോ? അറിയാത്തവരൊന്ന് എഴുതി വെച്ചോളൂ. Then എഴുതിയോ സിഗരറ്റ്? നമുക്ക് ആ ഒരു ചാപ്റ്റർ തന്നെ വരുന്നുണ്ട്. 5ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റ് ബുക്കിലാണ് നമുക്ക് ആ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ വരുന്നത് കേട്ടോ. ദെൻ അപ്പോ ഇതുവരെ എഴുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്തില്ലേ നിങ്ങള്? ഒന്ന് നോക്കണം എല്ലാവരും. ദെൻ അപ്പോ നമ്മൾ സിഗരറ്റുകൾ എഴുതി. ഇനി അപ്പോ ഈജിപ്ഷ്യൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞ ഹൈറോഗ്ലിഫിക്സും. അതുപോലെ എന്താണ് ഈജിപ്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? എന്താണ്? പിരമിഡുകൾ അല്ലെ, പിരമിഡുകളാണ് ഈജിപ്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പിരമിഡുകള്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അതുപോലെ നമ്മള് ഹാരപ്പൻ സംസ്കാരം പഠിക്കുന്നുണ്ട് അവിടെ തന്നെ അല്ലെ. സിന്ധു നദീതീരത്തിലാണ് രൂപം കൊണ്ടൊരു സംസ്കാരമാണ് ഹാരപ്പൻ അല്ലെ. അതുപോലെ തന്നെ നഗരാസൂത്രണത്തിന് പേര് കേട്ട നഗരം എന്നറിയപ്പെടുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഇനി മഹാസ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത് സിസ്റ്റം നിലനിന്നിരുന്നത് എവിടെയാണ്? ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രേറ്റ് ബാത്ത്. എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗ്രേറ്റ് ബാത്ത് കേട്ടോ. മഹാസ്നാനഘട്ടം ഹാരപ്പൻ സംസ്കാരവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മഹാസ്നാനഘട്ടം ഗ്രേറ്റ് ബാത്ത് എവിടെയാണ്? ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ പിന്നെ നമ്മളിപ്പോ പറഞ്ഞു സിഗരറ്റുകൾ അല്ലെ. സിഗരറ്റുകൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെയാണ് സിഗരറ്റുകൾ എന്നറിയപ്പെടുന്നത്. ദെൻ അവിടെ ലിപി എന്ന് പറഞ്ഞാൽ ക്യൂണിഫോം ആണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ലിപി. ഓക്കെ, ഈജിപ്തിന്റെ ഹൈറോഗ്ലിഫിക്സ് ലിപി ആയിരുന്നു. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ലിപി എന്ന് പറയുന്നത് ക്യൂണിഫോം ലിപിയാണ്. ക്യൂണിഫോം. ഓക്കെ, ദെൻ നോക്കാം ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദൂരദർശിനി ഉപയോഗിച്ച് വാന നിരീക്ഷണത്തിന് തുടക്കമിട്ട വ്യക്തി ആരാണ്? അറിയാലോ, കോമൺ ആയിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളല്ലേ. ദൂരദർശിനി ഉപയോഗിച്ച് ദൂരദർശിനി കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് വാന നിരീക്ഷണത്തിന് തുടക്കമിട്ട വ്യക്തി? ഗലീലിയോ ഗലീലി. അതും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഇനി കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതിനെ പറയുന്ന പേരെന്ത്? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതിനെ പറയുന്ന പേര്. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ മറന്നുപോയെന്നുള്ളൂ നമ്മള്. ഓർമ്മയുണ്ടോ? കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗാലക്സി. ഓക്കെ, മിൽക്കി വേ എന്ന് പറഞ്ഞാല് നമ്മള് സൗരയൂഥം ഉൾപ്പെടുന്ന ഒരു ഗാലക്സിയാണ് മിൽക്കി വേ എന്ന് പറയുന്നത് കേട്ടോ. ക്ഷീരപഥം. ഓക്കെ, ഇനി ഏറ്റവും അപകടകാരിയായ മത്സ്യം അറിയാമോ ഏതാണെന്ന്? ഏറ്റവും മനുഷ്യനെ വരെ കഴിക്കുന്നതൊക്കെ പറയും അല്ലെ.
ഏറ്റവും അപകടകാരിയായ മത്സ്യം പിരാന കേട്ടിട്ടുണ്ട് അല്ലെ. എവിടെയാണ്, ഏത് നദിയിലാണ് പിരാന മത്സ്യം കാണപ്പെടുന്നത് അറിയാമോ? ഏത് നദിയിലാണ് പിരാന? ആമസോൺ കേട്ടോ, ആമസോൺ നദിയിലാണ് പിരാന ഈ മത്സ്യങ്ങളെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഓക്കെ, ഇനിയൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? പാതിര സൂര്യന്റെ നാട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാതിര സൂര്യന്റെ നാട് നോർവേ. അറിയാത്തവരെ എഴുതിയെടുത്തോളൂ. പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? നോർവേ. ഓക്കെ, എഴുതിയോ? പാതിര സൂര്യന്റെ നാട് നോർവേ. ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം എന്നറിയപ്പെടുന്നത് മേഘാലയയിലെ ചിറാപുഞ്ചിയാണ് കേട്ടോ അതിന്റെ റൈറ്റ് ആൻസർ. Then നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതുവരെ എഴുതിയെടുത്ത എല്ലാവരും ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. ഫസ്റ്റ് നമ്മൾ തുടക്കം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം കൊണ്ടുവന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ആർക്കും ഹനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ലോക്ക് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ വ്യക്തി ജോൺ ലോക്ക്. ഇനി ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമായിരുന്ന വ്യക്തി ആരായിരുന്നു? ടിപ്പു സുൽത്താൻ അല്ലെ. അമൃത് ഷെർഗില് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമൃത് ഷെർഗിൽ ചിത്രകല. നമ്മൾ പറഞ്ഞത് തന്നെ ഒന്ന് റിപ്പീറ്റ് ഒന്ന് പറഞ്ഞുള്ളൂ കേട്ടോ. ഇനി അനുശീലൻ സമിതി, റയർ ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറയുന്നുള്ളൂ. അനുശീലൻ സമിതി ബരീന്ദ്ര കുമാർ ഘോഷ്. അതുപോലെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് വടകര. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മുസോളിനി. ഇന്ത്യയിലെ സാമൂഹ്യ ശാസ്ത്ര പഠന വകുപ്പ് ആരംഭിച്ച ആദ്യത്തെ സർവകലാശാല ബോംബെ സർവകലാശാല. ഇനി ഭൂപടത്തിലെ കറുത്ത ത്രികോണത്തില് കാണപ്പെടുന്നത് കുഴൽക്കിണർ. സൂര്യോച്ച ദിനം ജൂലൈ 4. ഫിലിമിന്റെ കാര്യം ആലോചിക്കുക. നികുതിക്ക് മേൽ ചുമത്തുന്ന നികുതി സർചാർജ്. ബഞ്ചൻ നദി നർമ്മദ നദിയുടെ ഒരു പോഷക നദിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ DS കോത്താരി. ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്ന ബാങ്ക് എക്സിം ബാങ്ക് കേട്ടോ. മിയാൻഡർ നദികളുമായിട്ട് രൂപപ്പെടുന്നതാണ് മിയാൻഡർ എന്ന് പറയുന്നത്. PQLI ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ബസീർ ധനകാര്യവുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ, ലോക വ്യാപാര സംഘടന എന്നാണ് 1995 ജനുവരി 1 നിലവിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കൊർദോവ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? സ്പെയിനില്. പേപ്പർ മിൽ സ്ഥാപിക്കപ്പെട്ടത് ബാഗ്ദാദ്.
സിറ്റി ഓഫ് ഗോഡ് സെയിന്റ് ആന്റണി. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ എഴുതിയെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാ, ഒന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കി സോഷ്യൽ സയൻസുകൾ മാക്സിമം നിങ്ങൾ PSC എക്സാം എഴുതുമ്പോൾ നമ്മൾ ഗൈഡിലൊക്കെ നോക്കി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. കിട്ടുന്ന പോലെ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണല്ലോ, അല്ലെങ്കിൽ നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അല്ലെ, ഈ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ. നിങ്ങൾ എഴുതുന്ന എക്സാമുകൾ ഏതാണോ അതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം ആദ്യം. ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾ അതനുസരിച്ച് പഠിക്കുക. കാരണം പ്രീവിയസിൽ നിന്ന് നമുക്ക് ഒരുപാട് മീൻസ് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ, എപ്പോഴും എല്ലാം അത് തന്നെ ചോദിക്കണമെന്നില്ല, എങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം പ്രീവിയസ് ഇയർ ഒക്കെ വെച്ചിട്ടൊന്ന് പഠിക്കാം. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളുടെ ആ ഒരു ലെവൽ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് എന്താ, നമ്മൾ എളുപ്പമാണ് എന്ന് കരുതി വിട്ട് കളയരുത്. മാക്സിമം നമ്മൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാം. നമ്മൾ എന്ത് ചെയ്യാം, പറ്റുന്ന പോലെ പഠിക്കാം. ഇതുപോലെ ഒട്ടും തന്നെ കിട്ടുന്നില്ലെങ്കിൽ ചെറിയ കോഡ് വെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചിലപ്പോ ചില ഇയറുകൾ നമ്മളുടെ ആരുടെങ്കിലും ബർത്ത്ഡേയുടെ ഇയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല, നമ്മുടെ ഫാമിലിയിലെ കുട്ടികളുടെ ഹസ്ബൻഡിനെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ഇയറൊക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോൾ ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യാം, കോഡുകളൊക്കെ വെച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ മറന്നു പോകില്ല. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഡെയിലി റിവിഷൻ പോലെ ചെയ്യണം. ഇന്ന് പഠിച്ച് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പഠിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോ നമുക്ക് വിട്ടു പോകും. അപ്പൊ നമ്മൾ ഡെയിലി എന്ത് ചെയ്യാ, റിവിഷൻ ചെയ്ത് പോവുക. അപ്പൊ ഇന്നിപ്പോ പഠിച്ച കാര്യങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കാം. അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ ഒരു സാറ്റർഡേയോ അല്ലെങ്കിൽ സൺഡേ എന്ത് ചെയ്യുക, ആ ഒരാഴ്ച എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചത് അതൊന്ന് റിവിഷൻ ചെയ്ത് പോകാം. ഓക്കെ, okay, thank you all. Thank you, ma'am.